ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയ്. അപ്പോൾ നമ്മളിന്നൊരു സ്പീയർ ഗൺ മോഡൽ തെറ്റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രിഗർ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു മോഡൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുപോലെ തെറ്റാലിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതും തന്നെ ഒരു അടിപൊളി കിടക്കാച്ച മോഡലായിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിടിയും ഈ ഒരു മോഡൽ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിടിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. പിടി ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലാവിൻ്റെ തടി കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നിർമ്മിച്ച് നോക്കുക. അതിന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വക സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോയിൽ എല്ലാം അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്, പുതിയ വീഡിയോ ചെയ്യുന്നതും എല്ലാതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം. റെഡ് തന്നെയാണ്. ഇതിൻ്റെ പിടിവാക്കെ നോക്കി. അപ്പോൾ മുഴുവനായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റബ്ബറും അതേപോലെ ട്രിഗറൊക്കെ വെക്കുന്ന അതുപോലെ പോളിഷൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇത് ആവശ്യക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പീർ കണ്ട മോഡൽ തെറ്റാലിയുടെ പാത്തിൻ്റെ പണി തുടങ്ങുകയാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ മരമൊന്നും കൂടുതൽ അന്വേഷിക്കാനൊന്നുമില്ല. അപ്പോൾ തേക്കിൻ്റെ മരത്തിൽ ചെയ്യാവുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പ്ലാവിൻ്റെ ഒരു തടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡോറിൻ്റെ ചട്ടയാണ് 1.5 ഇഞ്ച് കനം, അതേപോലെ തന്നെ 4 ഇഞ്ച് വീതിയൊക്കെ ആയിട്ടുള്ള ഒരു 2.10 നീളമൊക്കെ വരുന്ന രീതിയിലുള്ളൊരു കഷ്ണമാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മളാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പ്, ആവശ്യത്തിന് വേണ്ട നീളം എല്ലാം വരച്ചെടുത്തിട്ട് സുഖമായിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം മറ്റ് മെഷീനുകളൊക്കെ ഉണ്ടെങ്കിലും ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു കട്ടറും സാൻഡറും ഡ്രില്ലും, അപ്പോൾ അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ റൂട്ടൊന്നും എടുക്കുന്നില്ല. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതാർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രിഗറൊന്നും ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ട്രിഗർ വെക്കുന്നതും അതുപോലെ റബ്ബർ കിട്ടുന്നതും ബാക്കി എല്ലാ പോളിഷ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പാത്തടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ട്രിഗർ അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവുന്നതും ഇഷ്ടപ്പെടുന്നതും ഒരു സംശയവും വരാത്ത രീതിയിൽ നല്ല മലയാളത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രിഗറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വ്യത്യസ്തമായ മറ്റൊരു ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ട്രിഗർ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ തെറ്റാലിയുടെ പാത്തി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അത്ര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനി അതറിയില്ലെങ്കിൽ തന്നെ അടുത്തൊരാശേരി ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ മരപ്പണി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതിനൊക്കെ വേണ്ടതൊരു സാധനമുണ്ട്, അരം. അപ്പോൾ മുള്ളരം അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഷേപ്പും രാഗി എടുക്കുന്നത്. അപ്പോൾ അരം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷേപ്പുകളൊക്കെ രാഗി എടുക്കാവുന്നതാണ്. തെറ്റാലിയുടെ ഉള്ളി പോകുന്ന ആ ഒരു പൊഴിയൊക്കെ നമ്മൾ കട്ടറിന് തന്നെയാണ് പൊഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 6 mm ആ ഒരു പൊഴിയാണ്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് വേണ്ട രീതിയിൽ വരച്ച്, അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അതിൽ കൂടെ ഒരു പേപ്പർ വെച്ച് ഒരതി അത് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ചാലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മരത്തിൻ്റെ പീസ് വെച്ച് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വീതിയുള്ള കഷ്ണങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ചെറിയ പീസുകളാണെങ്കിലും നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഒറിജിനൽ മരത്തിനേക്കാളും ജോയിൻ്റ് ചെയ്ത ഭാഗത്തിന് അത്രയും ബലമുണ്ടാവും. അപ്പോൾ പ്ലാസ്റ്റിക് പൊടി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ചെയ്തല്ലോ, അതെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.
അപ്പോൾ അതായത് നമ്മൾ ഹാൻഡിൽ പിടിപ്പിക്കുന്നത് 2 പീസാണ്. പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു കുടുംബം കൊടുത്തിട്ട് തോച്ചിറക്കി സ്ക്രൂ വെച്ചെടുക്കാവുന്നുള്ളൂ. അത് വലിയൊരു സീനില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ട്രിഗറൊക്കെ വരുമ്പോൾ ഉറപ്പ് വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ, അപ്പോൾ ഇത്തിരി വീതിയിലൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത് ഇപ്പോൾ തൽക്കാലികമായിട്ട്. അപ്പോൾ ട്രിഗറൊക്കെ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ചുഴികളൊക്കെ അടിച്ച് നമ്മളിത് ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചുഴികളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് അടിച്ച് അത് സെറ്റാക്കി എടുക്കും. അപ്പോൾ വേറെ ലെവൽ തന്നെ ആയിരിക്കും സംഭവം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും അതിലൊരു മനസ്സിലായെന്നും കരുതുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ.